വോളിയം പ്ലസ് സ്മൂത്തനിങ് ബോട്ടോക്സ് ചെയ്യാനാണ് വന്നത്. പക്ഷേ ബോട്ടോക്സിന് സ്റ്റേ ഇല്ല. 4 to 6 മന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പോകും. തന്നെയല്ല സ്കാൽപ്പിനകത്തുള്ള ഹെയർ ഫാൾ കൺട്രോൾ ആവില്ല. മീൻസ് സ്കാൽപ്പ് ഫില്ലല്ല, സ്കാൽപ്പിൽ ബേസ് ചെയ്തുള്ളതൊന്നുമല്ല. ഷാഫ്റ്റിൽ മാത്രം മുടി മാനേജബിൾ ആവും, ഫ്രിസ് കൺട്രോൾ ആവും എന്ന് മാത്രം പറയും. ബാക്ക് ടു ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം വോളിയം പ്ലസ് സ്മൂത്തനിങ്ങിലേക്ക് വന്നതാണ്. ഇത് മാത്രമാണ് നമ്മൾ അഷ്യോർഡ് പറയുന്നത്. പിന്നെ വന്നിട്ട് ഇത് മുടി സ്കാൽപ്പിനും ഷാഫ്റ്റിനും ഒരുപോലെ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. നേരെ ഇങ്ങനെ അത് നമ്മൾ മുടി മാനേജബിളായി, ഫ്രിസ് കൺട്രോളായി, ഡ്രൈ ഡാമേജ് ഫ്രിസ് എല്ലാം മാറ്റി മുടി 6 മാസം കൊണ്ട് 3 ഇഞ്ച് ഹെയർ ഗ്രോത്ത് വരും. പിന്നെ കുറച്ച് ഭാഗങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളിലുള്ള ഗ്യാപ്പ് അതൊക്കെ ഈ 7 ഡേയ്സിന് സെക്കൻഡ് സിറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും അതും ഫില്ലായിട്ട് കിട്ടും. പിന്നെ മുടിക്കുള്ള പ്രോബ്ലങ്ങൾ, പ്രോട്ടീൻ ഇല്ല, വിറ്റമിൻസ് ഇല്ല, എല്ലാം നമ്മൾ ആഡ് ചെയ്ത് ഇത് നാച്ചുറൽ ഒരു ഹെയർ ആക്കി വെക്കും. പിന്നെ മാസം സ്പാ ഇല്ല. ഞാൻ പറയുന്ന ഹോം ടിപ്സുകൾ മാത്രമേ ഉള്ളൂ. അത് മാത്രം. ഓക്കെ ആയോ പറഞ്ഞതെല്ലാം? നമുക്ക് ചെയ്ത് നോക്കാം. ഇതേ നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കുട്ടികൾ വരുമ്പോഴേ മുടി വളർത്താനാണ് എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറം വളരുന്ന മുടിയല്ല. എന്നിട്ട് മുടി വളരാനാണെങ്കിൽ മുടി ഒട്ടും കുറയാതെ കൊണ്ടുവന്ന് അത്രയും തിക്നെസ്സും ഉണ്ട്. അതുപോലെ തന്നെ 6 മാസം കൊണ്ട് 3 ഇഞ്ച് ഹെയർ ഗ്രോത്ത്. 3 ഇഞ്ച് ഹെയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇത്ര ഹെയർ ഗ്രോത്ത് വരും. ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ ഇത് താഴേക്ക് വരും. പിന്നെ വന്നിട്ട് മാസം സ്പായൊന്നുമില്ല, വേറൊന്നുമില്ല. അതിന് ഹോം ടിപ്സ് മാത്രമേ ഉള്ളൂ. വോളിയം പ്ലസ് സ്മൂത്തനിങ്ങിലൂടെ കംപ്ലീറ്റ് ഹെയർ കെയർ പ്രൊട്ടക്ഷൻ ട്രീറ്റ്മെന്റ് ഹൈ ഫ്രീക്വൻസി ചെയ്തു. ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സിറ്റിംഗ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന ഹോം ടിപ്സ് മാത്രം, അല്ലാതെ വേറെ ഒന്നുമില്ല. മുടി കൊണ്ടുവന്ന മുടിയുടെ അത്രയും മുടിയിൽ തന്നെ തന്നിട്ടുണ്ട്. വേറൊരു രൂപമായിട്ട് വേറെ ഐഡന്റിറ്റിയിലാക്കിയിട്ടില്ല. പിന്നെ മുടീന്റെ പ്രോബ്ലം, ഡ്രൈ ഡാമേജ് ഫ്രിസ് അതെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് എന്താ പറയുന്നത്, ഹെയർ ഗ്രോത്ത് ഇനി പിന്നെ ഇത്തിരി സ്കാൽപ്പ് ഇത്ര ഫില്ലാണ്. ഇതിനകത്ത് സ്കാൽപ്പിന് ഉള്ളിലേക്കില്ല, ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് ഇത്തിരി ഫില്ലാവുണ്ട്. സെക്കൻഡ് സിറ്റിങ്ങിന് വരുമ്പോൾ ഫില്ലാവും. അല്ലാതെ വേറെ ഒന്നുമില്ല. എന്ത് പറയുന്നു, ഉദ്ദേശിച്ചു വന്നത് ബോട്ടോക്സ് ചെയ്യാനാണ്. പക്ഷേ കൺസൾട്ട് ചെയ്തപ്പോൾ ഇത് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് തോന്നി. ചെയ്തതിൽ സന്തോഷമാണ്. മുടി വളർന്ന് ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്യണം. 6 മാസം കൊണ്ട് അഷ്യൂർഡാണ്. അതിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ അതിനുള്ള ഹോം ടിപ്സുകൾ പറഞ്ഞാലും അത് ചെയ്യുക, വളർത്തുക, അല്ലാതെ ഒന്നുമില്ല. ഇതിൽ നമ്മൾ ഐഡന്റിറ്റി മാറാതെ, അതായത് വേറൊരു രൂപം ആവാതെ നിങ്ങളുടെ രൂപത്തിൽ തന്നെ ഏറ്റവും ഫൈൻ ഹെയർ ആക്കി. ഓക്കെ ആണോ? ഹാപ്പിയാണോ? താങ്ക് യു സോ മച്ച്.